നടി വിൻസിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ നേരിൽ ഹാജരായി വിശദീകരണം നൽകുമെന്ന് പിതാവ് ചാക്കോ. ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ നോട്ടീസ് ലഭിച്ചു. അന്വേഷണവുമായി സഹകരിക്കും. തിങ്കളാഴ്ച കൊച്ചിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നോട്ടീസിൽ പറഞ്ഞുള്ളത് വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പൊ ഷൈൻ ഹാജരാകും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് IC കമ്മിറ്റിയുടെ വക ഇത് മെയിൽ ചെയ്തിരിക്കുകയാണ്. എറണാകുളം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ഹാജരാവേണ്ടത്? പോലീസ് സ്റ്റേഷനിലാണോ അതോ കോടതിയിലാണോ? എവിടെയാണ് ഹാജരാവേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല. ചേംബറിന്റെ നോട്ടീസല്ല, IC കമ്മിറ്റിയുടെ നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തായാലും ഹാജരാകും. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ഈ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയുടെ നോട്ടീസ് എന്നാണല്ലോ ഷൈനിന്റെ പിതാവ് പറയുന്നത്. ഒപ്പം തന്നെ ഇവിടുന്ന് വിഷ്ണു പറയുന്നത് അനുസരിച്ച് പോലീസിന്റെ ഭാഗത്ത് നാളെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന ഒരു നോട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ആ നോട്ടീസ് തന്നെയാണോ അദ്ദേഹം പറയുന്നത്? പിതാവ് പറയുന്നത് അവർക്ക് ലഭിച്ചത് ഇന്റേണൽ കമ്മിറ്റിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ നോട്ടീസ് എന്നുള്ളത് തന്നെയാണ് ഈ പിതാവ് ഉദ്ദേശിക്കുന്നത്. അത് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം ഷൈൻ ഹാജരാകുകയും വിൻസി ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി നൽകുകയും ചെയ്യും എന്നുള്ളതാണ് കുടുംബം അറിയിക്കുന്നത്. ഇതിൽ ഇപ്പോഴും ഇവർ ഷൈനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. ഷൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള തെറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷൈൻ നേരിട്ട് ഹാജരായി തിങ്കളാഴ്ച ഇത് സംബന്ധിക്കുന്ന വിശദീകരണം നൽകുകയും ചെയ്യും. വിഷ്ണു റിപ്പോർട്ട് ചെയ്ത വാർത്തയിലേക്ക് വരികയാണെങ്കിൽ അത് ഈ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ നിന്ന് ഷൈൻ ഓടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് നോട്ടീസ് കൊച്ചിയിൽ നിന്ന് പോലീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് വീട്ടിലെത്തി സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് 1 മണിക്കൂർ മുമ്പ് ഇതിനോടകം തന്നെ കൊച്ചിയിൽ നിന്ന് ഈ നോട്ടീസുമായുള്ള സംഘം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. 1 മണിക്കൂർ നേരം പിന്നിടുന്നു. അല്പസമയത്തിനകം, അതായത് ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ ഈ തൃശ്ശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നവരും. ക്രിസ്റ്റിന, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ 2 നോട്ടീസാണ് ലഭിക്കാൻ, ഒരു നോട്ടീസ് ലഭിക്കാൻ പോകുന്നു, ഒരെണ്ണം ഇന്റേണൽ ICയുടേത് ലഭിച്ചിട്ടുമുണ്ട്.